أعوذ بالله من الشيطان الرجيم ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവോട് ഞാൻ ശരണം തേടുന്നു. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. അതുകൊണ്ട് നോക്കൂ, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അവൻ പറഞ്ഞു, എന്റെ പിതാവേ, കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് താങ്കൾ ചെയ്തുകൊള്ളുക. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. فلما أسلما وتله للجبين അങ്ങനെ അവർ ഇരുവരും കൽപ്പനയ്ക്ക് കീഴ്പ്പെടുകയും അവനെ നെറ്റി അഥവാ ചെന്നിമേൽ ചെരിച്ചു കിടത്തുകയും ചെയ്ത സന്ദർഭം. وَنَادَيْنَاهُ أَن يَا إِبْرَاهِيمُ നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഹേ ഇബ്രാഹിം, قَدْ صَدَّقْتَ الرُّؤْيَا إِنَّا كَذَلِكَ نَجْزِي الْمُحْسِنِينَ തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. തീർച്ചയായും അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. إِنَّ هَذَا لَهُوَ الْبَلَاءُ الْمُبِينُ തീർച്ചയായും ഇത് സ്പഷ്ടമായ പരീക്ഷണം തന്നെയാണ്. وَفَدَيْنَاهُ بِذِبْحٍ عَظِيمٍ അവന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. وَتَرَكْنَا عَلَيْهِ فِي الْآخِرِينَ പിൽക്കാലക്കാരിൽ ഇബ്രാഹീമിന്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. سلام على إبراهيم ഇബ്രാഹീമിന് സമാധാനം. كذلك نجزي المحسنين അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. إنه من عبادنا المؤمنين തീർച്ചയായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനാകുന്നു. وبشرناه بإسحاق نبيا من الصالحين ഇസ്ഹാഖ് എന്ന മകന്റെ ജനനത്തെപ്പറ്റിയും അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത അറിയിച്ചു, സദ്വൃത്തരിൽപ്പെട്ട ഒരു പ്രവാചകൻ എന്ന നിലയിൽ. وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه مبين അദ്ദേഹത്തിനും ഇസ്ഹാഖിനും നാം അനുഗ്രഹം നൽകുകയും ചെയ്തു. അവർ ഇരുവരുടെയും സന്തതികളിൽ സദ്വൃത്തരുണ്ട്, സ്വന്തത്തോട് തന്നെ സ്പഷ്ടമായ അന്യായം ചെയ്യുന്നവരുമുണ്ട്.